ആരോഗ്യപരം ഇപ്പം നൂറ്റാണ്ടുകളായി ആചാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആചാരങ്ങൾ ഇങ്ങനെ പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ആവശ്യമായ ആരോഗ്യപരമായ സംവാദങ്ങൾ നടക്കണം. ഉറപ്പായിട്ടും ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു ആചാരങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാമി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ആ സംവാദം ആരോഗ്യപരമായി തന്നെ നടക്കുകയാണ്. നമുക്ക് ഏകപക്ഷീയമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. മറ്റ് ദേവസ്വം ബോർഡുകളുമായി ഞങ്ങൾ ആലോചിക്കും. സർക്കാർ തന്ത്രിമാരുമായിട്ട് നിൽക്കുന്ന സമൂഹമുണ്ട്, തന്ത്രി സമൂഹമാരെയും സർക്കാരുമായി കൂടി ആലോചിച്ച് ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും. അതിന് ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും. മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ ആനകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ അതിലും നമുക്ക് തന്ത്രി സമൂഹവുമായി ഒരു ചർച്ച വേണം. ഇപ്പോൾ 10 ദിവസത്തെ ഉത്സവം, 10 ദിവസത്തെ ഉത്സവത്തിൽ ഇപ്പോൾ നവാഹത്തിനും സപ്താഹത്തിനും വഴിമേൽ പറയെടുപ്പിനും എല്ലാം ഒരു ആഘോഷമായിട്ട് ആനയെ കൊണ്ട് നടക്കുകയാണ്. എതിരേൽപ്പ്. ഒന്ന് ആന എന്ന് പറയുന്നത് നമുക്ക് ഇണക്കിയെടുക്കാൻ പറ്റുന്ന ഇണങ്ങുന്ന മൃഗമല്ല. അത് മെരുക്കി നമ്മൾ എടുക്കുകയാണ്. മെരുക്കി എടുക്കുമ്പോൾ പേടിപ്പിച്ചാണ് എടുക്കുന്നത്. അതിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴായാലും ഈ ആനയുടെ ഉള്ളിലൊരു ഒരു ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലപരിമിതിയുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല, മിക്കവാറും എല്ലാ ദേവസ്വം ബോർഡിൻ്റെയും പരിമിതിയുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിങ്ങൾക്കറിയാം, സ്ഥലപരിമിതിയാണ്. സ്ഥലപരിമിതിക്കനുസരിച്ച് സത്യത്തിൽ ആനകളുടെ കാര്യത്തിലൊരു എണ്ണങ്ങളുടെ കാര്യത്തിലൊരു ക്രമപ്പെടുത്തൽ വേണം. ഇപ്പോൾ ഒരു 10 ദിവസത്തെ ഉത്സവം, അതിൽ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട ആറാട്ട്. ഇത്തരം ഉത്സവങ്ങൾക്കൊഴികെ അല്ലേ ബാക്കിയുള്ള സമയങ്ങളിൽ എഴുന്നള്ളത്തിന് അത് തന്ത്രി ഓരോ ക്ഷേത്രത്തിനും ഒരു തന്ത്രിമാരുണ്ട്. അവരും കൂടി ആലോചിച്ച്, ഞാനിതിലേക്ക് ഒരു ദിവസം പോയപ്പോൾ നമ്മളെ വക്കീലമൻ ഭട്ടതിരിപ്പാടിനെ ഒരു വേദിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം പക്ഷേ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടും കൂടി ആലോചിച്ചിട്ട് ഈ പ്രധാനപ്പെട്ട പള്ളിവേട്ട ആറാട്ട് തുടങ്ങിയ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എഴുന്നള്ളത്തിന് നമുക്ക് ജീവിതയോ രഥമോ ഭഗവാന്റെ വാഹനമോ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച നടത്തണം. 1. 2, ഇപ്പോൾ കാണുന്നൊരു പ്രവണത, ഈ റോഡെ ആനയെ കൊണ്ടുപോകും, അതിൻ്റെ പുറകെ DJ മേളമാണ്. ലേസർ ഷോ എന്ന് വെച്ചാൽ ആനയുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ആനയെ പ്രകോപിപ്പിക്കുന്നൊരു കാര്യമാണ്. പിന്നെ നാസിക് ഡോള്, ചെണ്ടമേളം തന്നെ സത്യത്തിൽ നമുക്ക് കുറേ കേൾക്കുമ്പോൾ തന്നെ കാതിനൊരിത്. നാസിക് ഡോൾ എന്ന് വെച്ചാൽ അതിനും അപ്പുറമാണ്. ഇതിൻ്റെ പുറകെയാണ് ഈ നാസിക് ഡോള്. ഈ ആനപ്രാണി വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അത് പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം, സർക്കാരിനോട് പറയാം. ഞങ്ങളിപ്പം ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ സർക്കിൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായി നിരോധിക്കണം. ഈ നാസിക് ഡോള്, ഈ DJ മേളം, ഈ ലേസർ ഷോ പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. ആനയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായൊരു ചർച്ച വേണം. അതിനുവേണ്ടി ഞങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ഒരു തന്ത്രി സമൂഹമായിട്ടും കൂടി ഒരു ആലോചന നമ്മൾ വിളിച്ച് സമവായത്തിൽ, കാരണം അങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ എല്ലാവരും, സർക്കാരുമായിട്ടും മറ്റ് ദേവസ്വം ബോർഡുകളുമായിട്ടും കൂടി ഞങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഈ ഷട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് ഉണ്ടല്ലോ, പത്തനംതിട്ട ഉണ്ടല്ലോ, ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല ഇതൊരു നമ്മളൊരു 100-500 പേര് വരുന്നൊരു സംവിധാനം അല്ലല്ലോ. 100-150 പേരല്ലേ, എല്ലാം കൂടി അത്രയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ഇവിടെ 2 ദിവസം വേണ്ടി, 1-2 ദിവസം അതിൻ്റെ ഒരു എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു പിന്നെ രൂപകൽപ്പന, അത് നമ്മളൊരു ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ നമ്മളൊരു കോർഡിനേഷൻ വയ്ക്കും. പിന്നെ ശബരിമലയിൽ വന്നിട്ടുള്ള ആളുകൾ, ശബരിമലയിൽ എത്രയോ വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട്, മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മെൽബൺ. ഇപ്പോൾ ഒരു ശ്രീകാന്ത് ഒരു കാനഡയിൽ ഒരു ബാലിസ്വാമി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം, ഞങ്ങൾ മെമ്പർമാരെല്ലാം കൂടി പിന്നെ സെപ്റ്റംബർ മാസത്തിൽ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെൽബണിൽ നിന്നും കാനഡയിൽ നിന്നും പിന്നെ കെനിയയിൽ നിന്നും ഒക്കെ പോലും ഭക്തർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ആൾറെഡി നമ്മുടെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ ഏതാണ്ടൊരു 10-17 രാജ്യങ്ങളുടെ ലിസ്റ്റ് ആൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട് നമുക്ക്. പിന്നെ ഇദ്ദേഹം ഇടയ്ക്ക് സിംഗപ്പൂർ പോയിരുന്നു. അവിടെ വെച്ച് അവിടെ ഒരു ഇതുപോലൊരു സബ്മിറ്റ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ 10-27 പേരുടെ രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ ലിസ്റ്റൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് അതിനു മുമ്പുള്ളൊരു ചെറിയ മീറ്റിംഗ് നമ്മൾ കൂടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തീരുമാനിക്കും.
ആഗോള അയ്യപ്പന്മാരുടെ കൂട്ടായ്മ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ വികസനത്തിനുള്ള സാധ്യതകൾ കൂടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, ശബരിമല എന്ന് പറയുന്നത് വേറൊരു രീതിയിലേക്ക് പോകാൻ ഇപ്പോൾ റോപ്പ് വേ വരാൻ പോകുന്നു. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നു. പിന്നെ മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുടെ ഒരു മുഖം മാറും വരുന്ന വർഷങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അവിടെ നമുക്ക് വലിയ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ വികസന പദ്ധതികൾ നടത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതും കൂടി അത് തയ്യാറാണ്. എത്രയോ ആളുകൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ പിന്നെ അവർ നമ്മളോട് പറയണം, നിങ്ങൾ വിളിക്കൂ, ഞങ്ങൾ ഉപയോഗപ്പെടുത്തൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നുള്ളതാണ് അവർ. ഇപ്പം ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം നമ്മുടെ ഏഷ്യാനെറ്റിൽ മാധവ് സാർ വന്നിരുന്നത്. മാധവ് സാർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്ത്, അങ്ങനെ ഒരുപാട് പേര് നിങ്ങളൊരു സംഘടിപ്പിക്കൂ, കുറേ ആളുകൾ അവരുടെ വികസനം നമുക്ക് ഇങ്ങനെ പോയാൽ അവർ പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ ആവശ്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളും ശബരിമല 22 പുതുക്കിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ശബരിമലയിൽ മാത്രമായി നമുക്കൊരു ഞങ്ങളുടെ 1252 ക്ഷേത്രവും അത് ഒരേ സമയത്തേക്ക് മാത്രമേ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുതുക്കിയിട്ടില്ല. ഇടയ്ക്ക് പ്രത്യേകിച്ച് ശബരിമല ഒട്ടും പുതുക്കിയിട്ടില്ല. കാരണം 2021 എന്നൊക്കെ പറയുന്നത് ഈ കോവിഡ് മഹാമാരിയുടെ കാലമാണ്. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല അല്ലേ? തിരുവല്ല ക്ഷേത്രത്തിൽ പുരാവസ്തു വകുപ്പും അവിടെ അപ്പുറത്തുള്ളൊരു ക്രിമിനൽ കേസിലെ പ്രതിയെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. 2.25 കോടി രൂപ. ഞാൻ പറയാം, അതുകൂടി ചോദിച്ചപ്പോൾ പറയാം. അവിടെ പിന്നെ തിരുവല്ലം ക്ഷേത്രം എന്ന് പറയുന്നത് കേന്ദ്ര പുരാവസ്തു അതെ കീഴിലുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചില പൗർണമി ദിവസങ്ങളിൽ 5000-ൽ പരം ആളുകളാണ് അവിടെ വരുന്നത്. എല്ലാ ദിവസവും 2000 പേര് വരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ വരുന്ന ആളുകൾക്ക് ഒന്ന് മഴ പെയ്താൽ കയറി നിൽക്കാൻ, അല്ലെങ്കിൽ വെയിലടിച്ചാലൊന്നും വെയിലത്ത് നിൽക്കാൻ സംവിധാനമില്ല. അപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് തന്നെ ഏതാണ്ട് ഒരു 2.5 കോടി രൂപയുടെ അവിടെ സ്ഥായിയായിട്ടുള്ള കോൺക്രീറ്റ് ബിൽഡിംഗ് പറ്റില്ല, സെമി പെർമനൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം, ഷെഡും ടോയ്ലറ്റ് ബ്ലോക്കും, പിന്നെ പരശുരാമൻ്റെ വലിയൊരു അവിടെ ഞങ്ങൾക്ക് ഒരേ 75 സെൻറ്റ് അക്യൂർ ചെയ്തിട്ടുണ്ട്, ലങ്ക എന്ന് പറയും. അവിടെ ഞങ്ങളൊരു വലിയ 40 അടി പൊക്കത്തിലൊരു പരശുരാമൻ്റെ പ്രതിമയൊക്കെ ആയി ഒരു പ്രോജക്റ്റാക്കി പ്രപ്പോസലാക്കി ഞങ്ങൾ അവിടെ കൊണ്ട് ശിലാസ്ഥാപനം നടത്തിയതിൻ്റെ പിറ്റൊന്ന് പുരാവസ്തു വകുപ്പിൻ്റെ സ്റ്റേ. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് ക്ഷേത്രം, അയാൾക്കവിടെ അയാളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ കൂടി കൊണ്ട് സ്റ്റേ കൊടുത്തിരിക്കുന്നു, കോടതി സ്റ്റേ. ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ പരാതി മൊത്തം നോക്കുകയാണ്. നമ്മളവിടുന്ന് വരുമാനം മൊത്തം എടുത്തുകൊണ്ട് പോകുന്നു. നിരന്തരമായി എത്രയോ വർഷക്കാലമായി ഞങ്ങൾ അവിടുത്തെ ആ അമ്പലത്തിനകത്തെ ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടും നീർച്ചാലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അത് ഈ പുരാവസ്തു വകുപ്പിന് എത്രയോ കാലങ്ങളായി പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല.